എൻഎസ് ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക ചികിത്സാക്രമങ്ങൾക്ക് തുടക്കമാവുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ആയുർവേദ സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ആയുർവേദ ചികിത്സാലയമാണ് എസ്എൻ ആയുർവേദ ആശുപത്രിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ആയുർവേദ സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ആയുർവേദ ആശുപത്രിയാണ് എൻഎസ് ആയുർവേദ ആശുപത്രി എന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. 12 മാസമുള്ള ഈ ഒരു വർഷത്തെ ഈ 2 മാസം ചേർന്ന് ഋതുക്കളാക്കിയിട്ട് 6 ഋതുക്കളാക്കിയിട്ട് വിഭജിച്ചിരിക്കുക. അതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധം കുറയാൻ തുടങ്ങുന്നത് ഗ്രീഷ്മ ഋതു നമുക്ക് വേനൽക്കാലത്ത് കുറയാൻ തുടങ്ങുന്ന ഈ ശരീരത്തിന്റെ ഈ രോഗപ്രതിരോധ ശക്തി വർഷകാലം ഗ്രീഷ്മ ഋതു കഴിഞ്ഞ അടുത്ത വർഷകാലത്തേക്ക് പാരമ്പര്യം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവരെയും ടിവിയിൽ കൊണ്ടു ആശുപത്രികളിൽ പനി രോഗികളുടെ എണ്ണം കൂടുന്നു. കാരണം എന്തോ, പനി സത്യത്തിൽ വൈറസ് എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ കാലത്തും വൈറസ് ഉണ്ട്, വൈറൽ ഫീവറുണ്ട്. പക്ഷെ അത് ശരീരത്തെ ബാധിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? അവരുടെ രോഗപ്രതിരോധ ശക്തിയാണ്. ജൂലൈ 16 മുതൽ കർക്കിടക ചികിത്സാ വിധികൾ ആരംഭിക്കുകയാണ്. എൻഎസ് സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി രാജേന്ദ്രൻ, എൻഎസ് ആയുർവേദ ആശുപത്രി ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എം.ആർ. വാസുദേവൻ നമ്പൂതിരി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി കെ ശശികുമാർ, എം.ഡി. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സെക്രട്ടറി ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.